ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മു പറഞ്ഞിട്ടുള്ള അമ്മൂമ്മ, അത് അപ്പച്ചി, വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ പിന്നെ എന്താ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അഹാന കൃഷ്ണകുമാറിൻ്റെ മോള് അഹാന, അതുപോലെ തൻവി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധുയുടെ അമ്മ, അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂസ് സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്താണ് കൃഷ്ണകുമാറിൻ്റെ മോള് ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക്. അപ്പോൾ ആ ഒരു കോൾ ഇതിൽ പറയുന്നുണ്ട്, എന്നെ നോക്കാൻ ആരുമില്ല. എന്താണ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധുവിൻ്റെ അച്ഛൻ മരിച്ചല്ലോ. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി ഒറ്റയ്ക്കാണ്, എന്നെ നോക്കാൻ ആരുമില്ല, ആരും നോക്കുന്നില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടായിരുന്നു, എനിക്ക് നോക്കാൻ ആരുമില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇഷ്യൂസ് എല്ലാം വരുന്നത്. പിന്നെ ഈ അമ്മൂമ്മ എന്താണ് ഇവരെ നോക്കുന്നില്ലെന്നും സിന്ധുവിൻ്റെ മക്കളെയൊന്നും നോക്കിയിട്ടില്ല, തൻവിയെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. തൻവി എന്ന് പറയുന്നത് ഈ സിന്ധുയുടെ എന്താണ് അനിയത്തിയുടെ മോളാണ് തൻവി. അനിയത്തി സെക്കൻഡ് മാരേജാണ്, ആ ഫസ്റ്റിലുള്ള മോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോളെ നേരെ നോക്കിയിട്ടില്ല. അത് ആരും നോക്കാനില്ലാതാകുമ്പോൾ അമ്മമാർ നോക്കുമല്ലോ, ആ ഒരു രീതിക്ക് പുള്ളിക്കാരി തൻവിയെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവർ പറയുന്നത്, തൻവിയെ മാത്രമാണ് ഇഷ്ടമുള്ളൂ, ഞങ്ങളെയൊന്നും സ്നേഹിച്ചിട്ടില്ല എന്നാണ് അഹാന കൃഷ്ണ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അമ്മമ്മയ്ക്ക് വൃത്തിയില്ല, കുറേ ഹോം നേഴ്സസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരെയൊക്കെ ഒട്ടിച്ച് വൃത്തിയില്ല എന്നല്ല, വൃത്തിയുണ്ട്, പക്ഷേ വൃത്തി കൂടുതലാണേനും പക്ഷേ വീട്ടിലെല്ലാം കുറേ സാധനങ്ങൾ കൂട്ടി വയ്ക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിയാണ്, ഈ പ്രായമായി കഴിയുന്ന സമയത്ത് അമ്മൂമ്മമാർക്കും എല്ലാം ഈ പറഞ്ഞ നമ്മൾ പ്രായമാവില്ല, അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ പ്രായമാവുന്ന സമയത്ത് അവരുടെ സ്വഭാവത്തിലും ഇതിലെല്ലാം മാറ്റം വരുന്നു. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ ഇത്രയും വലിയ സെലിബ്രിറ്റീസൊക്കെ വന്നിട്ട് ഇങ്ങനെ അമ്മൂമ്മനെയും അതുപോലെ അമ്മയുടെ അനിയത്തിൻ്റെ മോളെയൊക്കെ ഇങ്ങനെ വന്ന് കുറ്റം പറയുന്ന സമയത്ത് ആ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാമാണ് പറയുന്നത്. നമ്മുടെ പബ്ലിക്കായിട്ടുള്ള നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പബ്ലിക്കിന് മുമ്പിൽ പറയരുത്. എന്തായാലും തൻവി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. അമ്മൂമ്മയുടെ ആ ചെറിയൊരു ഷോട്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ ആ വീഡിയോ എടുത്ത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മൂമ്മ ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മേനെ എൻ്റെ വീഡിയോ ഷോട്ടിലേക്ക് കയറ്റാം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷേ അമ്മൂമ്മ വിളിച്ചപ്പോഴും പിന്നെ എപ്പോഴും പറയുന്ന ഒരേ കാര്യം പോലെ വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഷോട്ട് ഇട്ട്. അമ്മൂമ്മ എനിക്കും വിഷമമായി, കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പം പോയതുകൊണ്ട് അമ്മൂമ്മക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മക്ക് ജോലിക്ക് നിൽക്കുക ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്, കാരണം അമ്മൂമ്മക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പോൾ അമ്മൂമ്മയുടെ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മൂമ്മക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടെ നിന്ന് പിച്ചും മാന്തും അവിടെ പാമ്പർ മാറ്റും അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ടേ തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അമ്മൂമ്മയ്ക്ക് കൂടെ അപ്പൂപ്പനില്ല എന്ന് അമ്മൂമ്മ പറയുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ വീഡിയോയിൽ സിന്ധുമ്മയുടെ ഫാമിലിയോ എൻ്റെ കസിൻസിനെയോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് പുള്ളിക്കാരി അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അഹാന കൃഷ്ണ വേറെ എന്തൊക്കെയോ രീതിയിൽ ആക്കിയിട്ട് പുള്ളിക്കാരി അത് വീഡിയോയിൽ ഇവരെ കുറ്റം പറയുന്ന രീതിയിലും അതുപോലെ അമ്മൂമ്മയൊക്കെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ ഭയങ്കര ഇതാണ് ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, കുഞ്ഞിലെയൊക്കെ ഞങ്ങളെ ഒന്നും സ്നേഹം ഉണ്ടായിരുന്നില്ല, അമ്മയും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സിന്ധുവിന് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയ്ക്ക് അമ്മയോട് സ്നേഹമില്ല, അപ്പൂപ്പനോട് സ്നേഹമുണ്ട്. പക്ഷേ അമ്മൂമ്മയെ ഞങ്ങൾക്കൊന്നും നോക്കാൻ സാധിക്കില്ല, അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും അമ്മൂമ്മ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നെ തെറി വിളിച്ചു, എന്നെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എത്ര പ്രായമായ ആളുകളാണല്ലേ നമ്മളും പ്രായമാകും, നമ്മൾ പ്രായമാകുന്ന സമയത്ത് എന്തൊക്കെ ആവും എന്തൊക്കെ പറയുന്നുള്ളതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രായമാകുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കും, അവർ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, എന്നിട്ടും നമുക്കത് പറ്റുന്നില്ല.
വേറെ പുറത്തുള്ള ആളുകളൊന്നും അല്ലല്ലോ, നിങ്ങളുടെ സ്വന്തം അമ്മയുടെ അമ്മ തന്നെയല്ലേ. അപ്പോൾ അവർ പറയുന്നതൊക്കെ കുറച്ചൊക്കെ ക്ഷമിച്ച് പോവുക. ഇപ്പോൾ തൻവി പറയുന്നത് പോലെ തന്നെ ഇതിനേക്കാളും പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ എത്രയോ പേര്, പുള്ളിക്കാരി നേഴ്സ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് അറിയാം ഓരോ ഭാഗത്തുള്ള ആളുകളുടെ സ്വഭാവം. അപ്പോൾ ഇതൊന്നും ഒന്നുമല്ല, അവിടെ പോയി കഴിഞ്ഞാൽ കൊല്ലാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നുമല്ല. നമ്മുടെ അമ്മൂമ്മയല്ലേ, അവർ പറയുന്നതൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ പ്രശ്നങ്ങളില്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. ആകുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയാതിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അഹാന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. തൻവിയുടെ അമ്മ എൻ്റെ ചിന്നമ്മയെ കുറിച്ച് ഞാൻ തൻവിയായിട്ട് പലപ്പോഴും അടിയുണ്ടായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ദേ വുഡ് ടെൽ ദിസ് ഇസ് റിയലി റോങ് തൻവി. ലൈക്ക് ഒരു എന്താ പറയുക, ട്രൈങ് ടു പെയിന്റ് എ പേഴ്സൺ എസ് സച്ച് എ ബാഡ് പേഴ്സൺ വെൻ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഈവൻ തന്നെ നോസ് ഇഫ് തിങ്സ് ആർ എ സർട്ടൻ വേ ദർ ആർ മെനി പീപ്പിൾ ഇൻവോൾവ്. അല്ലാതെ സിനിമ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തി ചിന്നമ്മ ഒരു വില്ലിയാണ്, മറ്റേ ഒരു കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരു കല്യാണം കഴിച്ച് മൂവ് ഓൺ ആയിപ്പോയി ഒരു വില്ലി. ഓഫ് കോഴ്സ് നോട്ട്. വാട്ട് നോൺസെൻസ്. മൈ മദർ സിസ്റ്റർ ലൈക്ക് ചിന്നമ്മ ഞാൻ കൊച്ചായിരിക്കുമ്പോൾ തൊട്ടേ ഐ എം സോ അറ്റാച്ച്ഡ് ടു ഹർ. ഷീ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. ആദ്യത്തെ പുള്ളിക്കാരുടെ മാരേജ് വർക്ക്ഔട്ട് അല്ലെങ്കിൽ വെൻ ഡു ടു പീപ്പിൾ ഗോ ഫോർ എ ഡിവോഴ്സ് വെൻ ദർ ഇസ് സം പ്രോബ്ലം ഇൻ ദ മാരേജ്. ഇവിടെ ഹൂ വാസ് ദ പ്രോബ്ലം ഇൻ ദ മാരേജ് ആൻഡ് വാട്ട് വാസ് ദ പ്രോബ്ലം എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഐ വോണ്ട് ടു റെസ്പെക്ട് whoever was the problem or whatever. My Chinnamma was definitely not the problem. There was issues in their marriage and divorce ആയി കുറച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പം ദീനങ്കിൾ എന്ന് പറയുന്ന നല്ലൊരാൾ came into her life and she moved on. അപ്പോൾ ഈ പുള്ളിക്കാരി സിന്ധുവിൻ്റെ അനിയത്തി വേറൊരു കല്യാണം കഴിച്ചു. അപ്പോൾ ആദ്യം കല്യാണം കഴിച്ചതിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പിന്നെ വേറൊരു കല്യാണം കഴിച്ചു. സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞ് വലിയൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ അഹാന പറയുന്നത് എൻ്റെ ചിന്നമ്മ നല്ലൊരു പേഴ്സണാണ്, നല്ലൊരു ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സ്വന്തം മോളെപ്പോലും നോക്കിയിട്ടില്ല എന്നാണ് തൻവി പറയുന്നത്. ഈ പുള്ളിക്കാരി പറയുന്നത് തൻവിയെ നോക്കിയിട്ടില്ല, കൂടുതലായിട്ടും ഈ പറയുന്ന അഹാനയാണ് നോക്കി എന്നാണ് തൻവി പറയുന്നത്. എന്താ പറയുക, ഒരു ചെറുപ്പം മുതലേ എന്നെ ഒരു തരത്തിൽ നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനക്ക് വേണ്ടിയിട്ട് തൻവി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയുന്നത് ഞാൻ നീ ഒരു ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളെ മുഖത്ത് നോക്കി പറഞ്ഞൊരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് എൻ്റെ ഉണ്ട്. ഞാൻ എൻ്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ് നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോകും, ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്ന് നീ നശിച്ചു പോകും, നിനക്കൊന്നും കിട്ടാൻ. എൻ്റെ ഒരു പാമ്പർ പോലും എൻ്റെ അമ്മ മാറ്റിയിട്ടില്ല. എൻ്റെ പോട്ടി വരെ എടുത്തത് എൻ്റെ അമ്മയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുപോയതാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയതാണെങ്കിലും മുടി വെട്ടാൻ കൊണ്ടുപോയതാണ്, എല്ലാ അപ്പം അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് നന്ദി കാണിക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി ഒന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെ പെരുമാറി, ബിക്കോസ് അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെ പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എന്നെയും കൊണ്ടുപോകാമോ പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ്. കണ്ടോ? അപ്പോൾ തൻവി പറയുന്നത് എന്നെ നോക്കിയിട്ടേ ഇല്ല, എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും അമ്മുവിനോടാണ് ഇഷ്ടം. അമ്മു പറയണത് അഹാന, അപ്പോൾ അവളെയാണ് ഇഷ്ടം, എന്നെ നോക്കിയിട്ടില്ല. എവിടെ പോകുമ്പോഴും കെഞ്ചേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വന്തം മോളെ പോലും നോക്കാതെ ചേച്ചിയുടെ മോളെയാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോളാണെന്ന് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എൻ്റെ മോളാണെന്ന് പറയരുത്, എൻ്റെ ചേച്ചിയുടെ മോളാണെന്ന് പറഞ്ഞാൽ മതി എന്ന് വരെ ഈ പുള്ളിക്കാരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അത്രത്തോളം പുള്ളിക്കാരി ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇമ്പോർട്ടൻറ്റ് പുള്ളിക്കാരിയുടെ അമ്മമ്മ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മമ്മയെ കുറ്റം പറയുന്ന സമയത്ത് പുള്ളിക്കാരി തൻവി അവരുടെ ഇതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അഹാന ഒരു വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവരും അഹാനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും നോക്കണം. ഞാനും തൻവിയെ മാത്രം സപ്പോർട്ട് ചെയ്യല്ല. എന്താ പറയുക, നമ്മൾ ഒരു കാര്യം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നോക്കണം. ഇപ്പോൾ കണ്ടത്രത്തോളം തൻവിയുടെ ഭാഗത്ത് വലിയ തെറ്റുകളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. തൻവി ജോലി കളഞ്ഞിട്ട് ലണ്ടനിൽ ജോലി കളഞ്ഞിട്ടാണ് ഇപ്പോൾ അമ്മൂമ്മനെ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മനെ നോക്കാൻ വേണ്ടി മാത്രമല്ല, വേറെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുമാണെന്നുള്ള യൂട്യൂബിൽ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആയിരിക്കാം, അപ്പോൾ അതും ഒരു കാരണമായിരിക്കാം. എന്തായാലും പുള്ളിക്കാരി വന്നിട്ടുണ്ട്. എന്താണെങ്കിലും അമ്മൂമ്മനെ നോക്കുക എന്നുള്ളത് അമ്മയെ നോക്കുക എന്നുള്ളത് മക്കളുടെ ഉത്തരവാദിത്തമാണില്ല. അത് നാട്ടുകാർ വന്ന് നോക്കില്ലല്ലോ. പിന്നെ സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുന്നവരുടെയൊക്കെ അമ്മമാർ പിന്നെ ഇവിടെയാണ്, വൃദ്ധസദനത്തിലാണ്. പിന്നെ ഇവർ ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അതിനും മടിക്കില്ല. ഈ ഒരു ഫാമിലി, കൃഷ്ണകുമാറിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് പണ്ട് മുതലേ ട്രോൾ വാങ്ങിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഓസി ആണെങ്കിലും സ്വന്തം അമ്മായിയമ്മയെ പറഞ്ഞതാണ്, കണ്ടവരുടെ അമ്മയെ കയറിയിട്ട് എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ, വഴി കൂടെ പോണവരുടെ അമ്മയെ കയറിയിട്ട് എനിക്ക് അമ്മയെ വിളിക്കാനും പറ്റുമോ എന്ന് ചോദിച്ച പുള്ളിക്കാരിയാണ്. അവളുടെ അമ്മയെ മാത്രം അവൾ അമ്മയെ വിളിക്കുള്ളൂ, ഹസ്ബൻഡിൻ്റെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു ഇത് വന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ പ്രായമായവരാണ്, പലതും ഉണ്ടാവും. ഇപ്പം
ഈ സിന്ധുവിൻ്റെ അമ്മ എന്ന് പറയണതും ഒരു ഗുഡ് പേഴ്സൺ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരുടെ ഭാഗത്തും പല മിസ്റ്റേക്കുകളുണ്ടാവും, പല തെറ്റുകളുണ്ടാവും. വയസ്സായവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വായിലിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ ചിലപ്പോൾ നമുക്ക് സഹിക്കില്ല. അങ്ങനത്തെ വാക്കുകളായിരിക്കും പറയുന്നത്. അതുമല്ല, ഈ തൻവിയെ മാത്രം നോക്കിയിട്ട് മറ്റുള്ള പേരക്കുട്ടികളെ നോക്കാതിരിക്കുമ്പോൾ ആ ഒരു ദേഷ്യം ആ മക്കൾക്ക് ഉണ്ടാവും. എന്താണെങ്കിലും ഈ തൻവിയെ നോക്കിയത് അച്ഛനും അമ്മയും കൂടെ ഇല്ലല്ലോ എന്നുള്ള രീതിക്കായിരിക്കും പുള്ളിക്കാർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പടി സ്നേഹം കൂടുതൽ തൻവിക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള മക്കൾക്ക് അവരോട് സ്നേഹം ആ മക്കൾക്ക് കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഇവരോട് സ്നേഹമില്ല. അതാണ് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ ഇപ്പോൾ തുല്യമായിട്ട് കൊടുക്കണമല്ലേ. ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും കൊടുത്തു കഴിഞ്ഞാൽ പ്രായമായി കിടക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ 100-ൽ 50% ഈ സിന്ധുവിൻ്റെ അമ്മൻ്റെ കയ്യിലുണ്ട്, 50% സിന്ധുവിൻ്റെ മക്കളുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ലൈഫില്ല, പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. അപ്പോൾ എല്ലാം തരണം ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഈ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയുന്ന സമയത്ത് പല നെഗറ്റീവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇവർക്കും അനുഭവിച്ചത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഫാമിലി ഇപ്പോൾ എയറിലാണ്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ തൻവീൻ്റെ വീഡിയോസും കൂടി വന്ന സ്ഥിതിക്ക് തൻവി ഒരു വീഡിയോ ചെയ്യുന്നു, അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് അഹാന ചെയ്യുന്നു, അഹാന ഒരു വീഡിയോ ചെയ്യുന്നു, അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് തൻവി ചെയ്യുന്നു. ഇപ്പോൾ തൻവിയുടെ ചാനലെടുത്ത് നോക്കിയ സമയത്ത് ഈ ഒരു വീഡിയോ കാണുന്നില്ല. അത് പുള്ളിക്കാരി ഇത് ചെയ്ത് അൺലിസ്റ്റ് ആക്കിയെന്ന് തോന്നുന്നു. അതൊരു ഫുള്ള് വീഡിയോ കാണുന്നില്ല. വേറൊരു ചാനലാണ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും വയസ്സായവരല്ലേ, കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുക, അതായിരിക്കും നല്ലത്. നമ്മുടെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയാതിരിക്കുക. അപ്പോൾ ഈ ഒരു ഫാമിലിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.